അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ചിന്താഗതികൾ പ്രബലമായി വേദം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, കർമ്മഫലം അനുഭവിക്കണം. ഞാനൊരു കർമ്മം ചെയ്യുന്നു, ഞാൻ സാമ്പാർ വെക്കുന്നു, രുചി ഞാൻ തന്നെ നോക്കുന്നു. ഇപ്പം ഞാൻ ചില സന്ദർഭങ്ങളിൽ എൻ്റെ ആശ്രമത്തിൽ അങ്ങനെ തന്നെയാണ്. കാലത്ത് ഞാൻ പാത്രം കഴുകിവെക്കും, സാമ്പാർ വെക്കും, ഇതെല്ലാം വെക്കും. ഞാൻ തന്നെ പാത്രം കഴുകിവെക്കും, ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കുകയും ചെയ്യും. ചിലപ്പോൾ വേറെ അവിടെ ഉണ്ടായില്ല. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മൾ തന്നെ ചെയ്യുകയും നമ്മളതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യണം. അങ്ങനെ ഫലം അനുഭവിക്കാതെ നമുക്ക് എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? നിസ്സംഗനായ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? അതാണ് രണ്ട് തരത്തിലുള്ള ചിന്താഗതി വളരെ സൂക്ഷ്മമായിട്ട് വേദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ കർമ്മഫലത്തെ അനുഭവിക്കുന്ന ഒരു ബുദ്ധി നിലനിർത്തുകയാണ്. എനിക്ക് ഈ കർമ്മഫലം എനിക്ക് ഈ തരത്തിൽ തരണം, ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് അനുഗ്രഹം തരണം, അതൊരു കർമ്മഫലമാണ്. ഞാൻ പൂജ ചെയ്യുന്നു, എനിക്കതിൻ്റെ ഫലം തരണം. ഞാൻ യാഗം ചെയ്യുന്നു, എനിക്ക് അതിൻ്റെ ഫലം തരണം. അപ്പോൾ ഈ ഫലം ഇജ്ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി ജനിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് ഭാഗവതം. പക്ഷെ മറ്റൊരു ചിന്ത ഭാഗവതം പറയുന്നത് നിഷ്കാമമായ കർമ്മമാണ്. ഫലം ആഗ്രഹിക്കാതെ ഞാൻ സർവസ്വതന്ത്രനായ ആത്മാവ് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണെന്നാണ് ഭാവത്തോടുകൂടി ചെയ്യുക എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്നെ കർമ്മം ബാധിക്കുന്നില്ല എന്നാണ്. അങ്ങനെ കർമ്മത്തെ ബാധിക്കാത്ത രീതിയിൽ കർമ്മം ചെയ്യാം. കർമ്മത്തിന്റെ ഫലം ബാധിക്കാത്ത രീതിയിൽ കർമ്മം ചെയ്യാൻ സാധിക്കണം നമുക്ക്. അങ്ങനെ വരുമ്പോഴാണ് ആ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഒരാളില്ലാതാവുന്നത്. അത് നമുക്ക് മുക്തിക്ക് കാരണമാകുക തന്നെ ചെയ്യും. ഒരു കുട്ടി തൻ്റെ അമ്മയോട് പറയണം, എനിക്കൊരു പൂച്ചക്കുട്ടിയെ വേണം എന്ന് പറയുകയാണ്. പല സ്ഥലത്തും ഒരു പൂച്ചയെ അന്വേഷിക്കുന്നുണ്ട്, കിട്ടിയില്ല. അപ്പം അമ്മ പറയുന്നു, നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവം പൂച്ചയെ തരും എന്ന് പറയുകയാണ്. ഒരു കുട്ടി അമ്മയോട് പറയും എനിക്ക് പൂച്ച, പല ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോഴൊക്കെ പൂച്ചയെ വാങ്ങിച്ച് കൊടുക്കാനുള്ള മടി കൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ കളിച്ച് നടക്കുന്നുള്ളത് അമ്മ ഒഴിയാൻ വേണ്ടി പറയുന്നതാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ദൈവം പൂച്ചയെ തരുമെന്ന് പറയുന്നു. അങ്ങനെ ഈ കുഞ്ഞ് ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പൂച്ച വരുന്നേ ഇല്ല. ഒരാൾ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടുവരികയാണ്. വണ്ടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ മുളങ്കാടിനടുത്തുകൂടിയാണ് വരുന്നത്. ആ മുളങ്കാടിൽ ഒരു മുളയുടെ പകുതിയോളം കയറി നിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടി. അപ്പോൾ അയാൾക്ക് ആ പൂച്ചക്കുട്ടിക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. അയാൾ കാണുന്നുണ്ട്. അയാൾ കുറച്ചകലേക്ക് മാറ്റി വണ്ടി നിർത്തി. അയാൾക്ക് കയറി ആ പൂച്ചക്കുട്ടിയെ ഇറക്കാൻ പറ്റുന്നുമില്ല. അയാൾ വിചാരിച്ച പൂച്ചക്കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല. അയാൾ കാറിൽ ഉണ്ടായിരുന്ന കയറെടുത്ത് ആ മുളയെ കെട്ടിയിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ടെടുത്തു. ആ മുള വളഞ്ഞു ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് വളഞ്ഞു വന്നപ്പോൾ അയാൾ ബ്രേക്കിട്ട് വണ്ടി നിർത്തിയിട്ട് അയാൾ ഇറങ്ങി വന്ന് ആ പൂച്ചയെ പിടിക്കാനും പാകത്തിന് ആ മുള വളഞ്ഞു വന്നു കഴിഞ്ഞു. അതിനെ പിടിക്കാനുള്ള പാകത്തിന് വരുമ്പോഴത്തേക്കും അയാൾ വന്നപ്പോഴത്തേക്കും കയറ് പൊട്ടി. പൂച്ചക്കുട്ടി എവിടെയോ പോയി, തെറിച്ചു പോയി, എവിടെയോ പോയി. അത്ര വേഗത്തിൽ അദൃശ്യമായി. കാരണം അപ്പാതുരൈ എന്ന് പറയുന്ന ഒരു സ്വാമിയാർ പറയും, നീങ്ക இந்த விஷயத்தை விடுறது എലിമ്പച്ചമ്പഴത്തെ പിടിക്കണ മാതിരി താൻ. അപ്പടിന്നാ നാരകത്തിൻ്റെ മരത്തിൽ നിന്നും ആ കൊമ്പ് ചായച്ചിട്ട് നാരങ്ങ പറിക്കുകയും അതിനുശേഷം അത് വളച്ച് പിടിച്ച് പറിച്ചതിന് ശേഷം അത് വിടുമ്പോൾ പൂർവ്വസ്ഥിതിയിൽ പോയി നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ എല്ലാം വാഴ്ക്കൈ, ജീവിതം. നിങ്ങൾ ഓരോന്ന് ചെയ്യും, മനസ്സ് വീണ്ടും പഴയ പോലെ പോലെ നിൽക്കും. എലിമച്ചപ്പഴം എന്ന് പറയും നാരങ്ങ. എലിമച്ചപ്പഴത്തെ അറുക്കുന്ന മാതിരിയാണ് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്, ഓരോ സാധനയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിന് ബലമില്ല, അതങ്ങനെ പോയി നിൽക്കുന്നതാണ്. ഇവിടെ ഈ പൂച്ചക്കുട്ടിയെ കാണാനേ ഇല്ല. അയാൾ അവിടെ എല്ലാം അന്വേഷിച്ച് നോക്കി, പൂച്ചക്കുട്ടി എങ്ങും കാണുന്നില്ല. അയാൾ വീട്ടിലേക്ക് പോയി എന്തായാലും പൂച്ചക്കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് അയാൾ വിചാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് അയാൾ ആ പരിസരത്തൊക്കെ വീണ്ടും എന്നെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് ഈ അടുത്തുള്ള വീട്ടിൽ ചെന്ന് ചേർന്നു. കുറച്ച് ദൂരെ ഒരു വീട്ടിൽ. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീയുമായി വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ മേശപ്പുറത്ത് ഈ പൂച്ചക്കുട്ടി ഇരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ച് അയാൾ ചോദിച്ചത് എവിടുന്ന് കിട്ടി ഈ പൂച്ചക്കുട്ടിയെ? അയ്യോ സാർ, അതൊരു കഥയാണ്, ഒരു അത്ഭുതമാണ്, അത് നിങ്ങൾ കേൾക്കണം. അതെന്താ അങ്ങനെ അത്ഭുതം? അപ്പം അയാൾ ഈ കാര്യമൊന്നും അയാൾ പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നു ഇതൊരു വലിയ അത്ഭുതമാണ്.
ഇവളാ ഈ കുസൃതി, ഈ വികൃതി കുട്ടി എപ്പോഴും പൂച്ചയ്ക്ക് വേണ്ടി കരയാത്ത ദിവസങ്ങളില്ല. ഇവൾക്ക് പൂച്ചയെ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ പൂച്ചയായിട്ട് കളിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പൂച്ചയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പറയുന്നത് ദൈവം തരും ദൈവം തരും എന്ന്. ഈ 2 ദിവസം മുമ്പ് ഇവള് പൂച്ചയ്ക്ക് വേണ്ടി കരഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയി മുറ്റത്ത് നിർത്തിയിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അവള് കണ്ണടച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ച്. എൻ്റെ സാറേ, എന്തോ അത്ഭുതം, പരമാത്ഭുതം! ആകാശത്തിൽ നിന്നൊരു പൂച്ച വന്ന് കുട്ടിയുടെ മുന്നിൽ വീണു. യുക്തിവാദികൾ എന്ത് പറയും? യാദൃച്ഛികം അല്ലേ? ആണോ? യാദൃച്ഛികമായത് സംഭവിച്ചു എന്ന് പറയും. ഒരു ഭക്തൻ എന്ത് പറയും? ഭക്തി കൊണ്ട്, കുഞ്ഞിന്റെ ഭക്തി കൊണ്ട് ഭഗവാൻ അന്തരീക്ഷത്തിൽ പൂച്ചയെ കൊണ്ട് കൊടുത്തു. അവിടെ കയറ് പൊട്ടി തെറിച്ച് വീണതാണെന്ന് അയാൾക്കറിയാം. പക്ഷെ ഈ കുഞ്ഞിന്റെ മനസ്സിൽ ഇത് പ്രാർത്ഥന കൊണ്ട് വന്നതാണ്. ഒറ്റ കാര്യം നിങ്ങൾ ഇതിൽ നിന്ന് ചിന്തിക്കുക, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്റെ താക്കോൽ ഇതാണ് എന്ന് വെച്ചാൽ ഏത് യാദൃച്ഛികതയുടെ പിന്നിലും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും, ആരുടെയെങ്കിലും ഒക്കെ.